കുറേ പേര് നിലവിളിച്ച് കരയുണ്ടായിരുന്നു അതിനകത്ത്. എൻ്റെ കൈയും കാലും മറിച്ച്. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ചവിട്ടി പൊളിച്ചു. കാല് പൊളിഞ്ഞായിരുന്നു, കാല് കുപ്പിച്ചില് കൊണ്ടായിരുന്നു, ചെരുപ്പും ഫോണൊക്കെ തെറിച്ച് വീണായിരുന്നു. പക്ഷെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ഒന്നും നോക്കില്ല, ചവിട്ടി പൊളിച്ച് ഓരോരുത്തരും എടുത്ത് പുറത്തേക്ക് കൊടുക്കുകയായിരുന്നു. ഒരു കൊച്ചിൻ്റെ കൈ എല്ല് മാത്രം ഉണ്ടായിരുന്നു, എല്ല് മാത്രമേ കയ്യിലുണ്ടായിരുന്നു. ഒരു കൊച്ചിൻ്റെ ഇറച്ചി മൊത്തം ഇങ്ങനെ തൂങ്ങി കിടക്കണമായിരുന്നു. അതിപ്പോൾ അറിയാണ്ട് കയ്യിൽ തൊട്ടപ്പോൾ കൈ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഒരു അലി. അല്ല, ഞാൻ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയായിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ എന്താ ആദ്യം കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇടിച്ചിട്ട് വണ്ടി ഇങ്ങനെ പൊങ്ങി പോയിട്ട് അവിടത്തേക്ക് മറിയണമായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഓടിപ്പോയി. നോക്കിയപ്പോൾ വേറെ ഏതോ വണ്ടിയാണെന്ന് വിചാരിച്ചത്. പിന്നെ കരച്ചിൽ കേട്ടപ്പോൾ ആ വെപ്രാളമായി. ഒന്ന് നോക്കി ചവിട്ടി പൊളിച്ച് ഉള്ളിലുള്ളവരെ അവരെ പുറത്തേക്ക് കൊടുത്തു വിട്ടലാണോ? ചവിട്ടി പൊളിച്ചത് എവിടെയാണ്? ഞാനാ പൊളിച്ചത്. എവിടെ വെച്ചിട്ടായിരുന്നു? ജനലാണോ അതോ ചില്ല്? ഫ്രണ്ടിലത്തെ ചില്ല്. ഡ്രൈവർ തൂങ്ങി കിടക്കണമായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, തൂങ്ങി കിടക്കണമായിരുന്നു. പിള്ളേരെ ഇറക്കിയതിന് ശേഷം പുള്ളിനെ താങ്ങി. അപ്പോൾ പുറകെ കൂടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോക്ക് എടുത്ത് വിട്ട് പുള്ളിനെ ഇറക്കി. ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ഒരു കുട്ടിക്ക് മാത്രമേ അത്ര വലിയ പരിക്ക്? 2-3 പേരുടെ പരിക്ക് കാര്യമായിട്ടുള്ളത് തന്നെയാണ്. ഒരു കൊച്ചിൻ്റെ എല്ല് മാത്രം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് പെട്ടെന്ന് തന്നെ പോലീസും ആംബുലൻസും വന്നു. ആൾക്കാരൊക്കെ ഉണ്ടായി. ഇവിടെയുള്ള വണ്ടികളിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. അവരുടെ ബാഗ് ആ പോലീസ് ജീപ്പിൽ വെച്ചിട്ടുണ്ട്. കബഡി മത്സരത്തിന് പോയതെന്നാണ് പറയുന്നത്. ചെറിയ പിള്ളേരാണ്, 14, 15, 16 വയസ്സുള്ള പെങ്കൊച്ചുങ്ങളാണ്. അലിയുടെ വീട് എവിടെയാണ്? എൻ്റെ ഇവിടെ നെന്മാറ, പാലക്കാട്. ജോലി? ഫ്രൂട്ട്സിൻ്റെ പരിപാടി.